കാശ്മീരിയത്ത് എന്നൊരു പുതിയ വാക്കും കാശ്മീരിന് സമ്മാനിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ പ്രഖ്യാപിക്കപ്പെട്ട തെരഞ്ഞെടുപ്പുകളുടെ പര്യടനം കാശ്മീരിൽ നിന്ന് ആരംഭിച്ചു. തനിക്കെപ്പോഴും വൈകാരികമായ ബന്ധമുള്ള, തൻ്റെ മുതുമുത്തച്ഛനപ്പുറത്തേക്ക് നീളുന്ന രക്തബന്ധങ്ങളുടെ ആ പരമ്പരയുടെ സ്നേഹോഷ്മളത അനുഭവിച്ച് കാശ്മീരിൻ്റെ മണ്ണിലേക്ക് ചെന്ന് അവിടുത്തെ കാശ്മീരിയത്ത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൂളായും നിർഭയനായും നടന്നു നീങ്ങുന്ന രാഹുൽ ഗാന്ധിയുടെ ആ ദൃശ്യങ്ങളും വീഡിയോയും സാമൂഹ്യ മാധ്യമത്തിൽ അദ്ദേഹം തന്നെ പങ്കുവച്ചത് കാണാനൊരു ചേലുണ്ട്. കാണാമത്. കാശ്മീർ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വല്ലാത്ത ഭീകരാക്രമണങ്ങളുടെ നാടെന്ന നിലയിലാണ്. പക്ഷേ പോയിട്ടുള്ളവരൊക്കെയും പറയുന്നത് വളരെ മനോഹരമായ നാടെന്നും ഭംഗിയുള്ള പ്രകൃതിയെന്നും നല്ല മനുഷ്യരെന്നുമൊക്കെയാണ്. പക്ഷേ എന്തു ചെയ്യാം, രണ്ട് രാജ്യങ്ങളുടെ അതിർത്തിക്കിടയിൽ പെട്ടുപോയ ഒരു സമൂഹമെന്നുള്ള നിലയിൽ അവർക്ക് സ്വസ്ഥമായൊരു ജീവിതവും അവരുടെ കൃത്യമായൊരു ഐഡൻറ്റിറ്റിയും പലപ്പോഴും പല ഘട്ടങ്ങളിലും പല രൂപത്തിലും ഭാവത്തിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിക്കൊണ്ട് തങ്ങൾക്ക് അതിനുമേലുള്ള ആ മുൻവിധിയോടെയുള്ള താല്പര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിലൂടെ വർഷങ്ങളായി സൂക്ഷിച്ചിരുന്ന അജണ്ട നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ട് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആ തീരുമാനത്തിൻ്റെ തുടർച്ചയെന്നോണം പലപ്പോഴും കാശ്മീർ ഒരു ചർച്ചാ വിഷയമായിരുന്നു. ആ കാശ്മീരിലേക്ക് ഭാരത് ജോഡോ യാത്രയുമായി നടന്നുപോയി അവിടുത്തെ മഞ്ഞ് വീണ വഴികളിൽ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷം പങ്കുവച്ച് ഭാരത് ജോഡോ യാത്രയുടെ സമാപനം അതിന് മുകളിൽ അവസാനിപ്പിച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ അവിടേക്ക് പോകുന്നത് കരുത്തനായ പ്രതിപക്ഷ നേതാവായിട്ടാണ്. അവിടെ ചെന്ന് അവിടുത്തെ ജനങ്ങളുമായി, അവിടുത്തെ ഗ്രാമങ്ങളുമായി, അവിടുത്തെ മനുഷ്യരുമായി ഒക്കെയും വൈകാരികമായ ബന്ധം പങ്കുവച്ച് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയും പങ്കുവച്ചതോടൊപ്പം കൃത്യമായ രാഷ്ട്രീയവും അദ്ദേഹം പറയുകയുണ്ടായി. എത്രയും പെട്ടെന്ന് ഒരു ശക്തമായ ജനാധിപത്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ സ്റ്റേറ്റ്ഹുഡ് സംസ്ഥാന പദവിയിലേക്ക് മടക്കിക്കൊണ്ടുവരാനാണ് താൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു. തീർന്നില്ല. ഒരു കാലത്ത് BJPയോട് സഖ്യകക്ഷിയായിരുന്ന PDPയുടെ നേതാവ് അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് പതർച്ചയില്ലാത്ത ശബ്ദത്തിൻ്റെ കൃത്യമായ നിലപാടിൻ്റെ രൂപമാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പാർട്ടി കോൺഗ്രസുമായുള്ള ചർച്ചയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് നശിച്ചുപോയെന്നും ഇല്ലാതായെന്നും അന്യം നിന്നെന്നും ഇനി ഒരിക്കലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമല്ലെന്നും കരുതിയിരുന്നപ്പോഴാണ് ഈ ജനാധിപത്യത്തിൻ്റെ രാജകുമാരനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് തങ്ങളും കൂടെ ചേർന്നോട്ടെ എന്ന് വ്യത്യസ്ത പാർട്ടികൾ ചോദിക്കുന്നത്. PDPയുടെ അഭ്യർത്ഥന നിരാകരിച്ച് രാഹുൽ ഗാന്ധി നാഷണൽ കോൺഫറൻസുമായി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി KC വേണുഗോപാലും അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് അവിടുത്തെ 90 സീറ്റുകളിലും നാഷണൽ കോൺഫറൻസ് സഖ്യം മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇതിനിടയിൽ ഫറൂഖ് അബ്ദുള്ളയും മകൻ ഒമർ അബ്ദുള്ളയും ഒക്കെയായി അദ്ദേഹം ചർച്ച നടത്തുകയുണ്ടായി. കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ വളരെ അധികാര ശ്രേണികൾ കത്തിജ്വലിച്ചു നിന്ന കാലത്ത് സംഘടനാ ജനറൽ സെക്രട്ടറിയായൊക്കെ നിന്ന് കരുത്ത് തെളിയിച്ച ഗുലാം നബി ആസാദ് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമോ ആവോ. കാരണം അദ്ദേഹം ഒരു കാലത്ത് പറഞ്ഞത് മുഴുവൻ ഈ രാഹുൽ ഗാന്ധിയുടെ കുറ്റവും കുറവുകളും ന്യൂനതയുമായിരുന്നു. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ കരുത്തോടെയുള്ള തിരിച്ചുവരവ് കാണിച്ചു കൊടുക്കുന്നത് കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം.